അരങ്ങേറ്റം തകർത്തെങ്കിലും ടീം തോറ്റതിനെക്കുറിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന സൈനിങ് പറഞ്ഞത് അഡ്രിയാൻ ലൂണ ഇല്ലെങ്കിൽ എന്താ ബ്ലാസ്റ്റേഴ്സിന് ജയിച്ചൂടെ? പക്ഷേ പ്രശ്നങ്ങൾ ഇതാണ്. വിശദവാർത്തകളിലേക്ക് കടക്കാം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ജേഴ്സിയിലൂടെ അരങ്ങേറ്റം കുറിച്ച സ്പാനിഷ് സ്ട്രൈക്കർ ജീസസ് ജിമിനസ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്കു വേണ്ടിയുള്ള അരങ്ങേറ്റ മത്സരത്തിൽ ഗോൾ നേടി. ജീസസ് ജിമിനസ് ഗോൾ നേടിയെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി 1-നെതിരെ 2 ഗോളുകൾക്ക് പഞ്ചാബ് എഫ്സിയോട് പരാജയപ്പെട്ടു. കല്ലൂർ സ്റ്റേഡിയത്തിൽ സ്വന്തം ആരാധകർക്ക് മുന്നിലാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയം. എന്തായാലും ആദ്യ മത്സരത്തിലെ പരാജയത്തിനെക്കുറിച്ച് സംസാരിച്ച ജീസസ് ജിമിനസ് വരുന്ന മത്സരങ്ങളിൽ തെറ്റുകൾ തിരുത്തിവരുന്ന മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷ പങ്കുവച്ചു. പഞ്ചാബിനെതിരായ മത്സരത്തിലെ തോൽവി പ്രതീക്ഷിച്ചതില്ലെന്ന് ജീസസ് പറഞ്ഞു. എന്നാൽ ഇത് ആദ്യ മത്സരമാണെന്നും തെറ്റുകൾ തിരുത്തി നമുക്ക് മുന്നോട്ടു പോകാമെന്നും ജീസസ് പ്രതീക്ഷകൾ പങ്കുവച്ചു. ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം 22-ന് ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് നടക്കുന്നത്. കൊച്ചിയിലെ കല്ലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വച്ച് നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സീസണിലെ ആദ്യ ISL മത്സരത്തിൽ വിജയം പ്രതീക്ഷിച്ച ആരാധകർക്ക് നിരാശ സമ്മാനിക്കുന്നതായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ റിസൾട്ട്. പഞ്ചാബ് എഫ്സിയോട് 1-നെതിരെ 2 ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരാജയം. കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുള്ള ആദ്യ ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരം പരാജയപ്പെട്ടു തുടങ്ങിയ മൈഗിൾ സ്റ്റാറയ്ക്ക് മുന്നിൽ ഈ സീസണിൽ വലിയ വെല്ലുവിളികളാണ് കാത്തിരിക്കുന്നത്. കഴിഞ്ഞ സീസണിനു മധ്യഭാഗത്തുവരെ ISL പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്ത് ഷീൽഡ് ട്രോഫി ലക്ഷ്യമാക്കി കുതിച്ചിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി നായകനായ ലൂണയ്ക്ക് പരിക്ക് ബാധിച്ചതിനു പിന്നാലെ പിന്നീട് വിജയിക്കാൻ പാടുപെടുന്ന അവസ്ഥയാണ് കണ്ടത്. കഴിഞ്ഞ മത്സരത്തിലും അഡ്രിയാൻ ലൂണയുടെ അഭാവമാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിൽ കാണാനായത്. തുടർച്ചയായി 4-ാമത്തെ സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോടൊപ്പം തുടരുന്ന സൂപ്പർ താരമായ അഡ്രിയൻ ലൂണ ഇല്ലാതെ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കാൻ പാടുപെടുകയാണ്. അതേസമയം സഹലിനെ മോഹൻ ബഗാന് കൊടുത്തതിനാൽ മധ്യനിരയിൽ മുന്നേറ്റ നിരയിലേക്ക് പന്ത് എത്തിക്കുവാനും കളിമെനയുവാനും കഴിവുള്ള താരത്തിന്റെ അഭാവവും നിഴലിക്കുന്നുണ്ട്. എന്തായാലും ലൂണയുടെ പകരം മധ്യനിരയെയും മുന്നേറ്റ നിരയെയും കണക്ട് ചെയ്തു കളിക്കുന്ന താരങ്ങൾ ടീമിൽ ഇല്ല എന്നത് വലിയ തിരിച്ചടിയാണ്. കൂടുതൽ കായിക വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.